UDF ശക്തമായ സംവിധാനത്തിന്റെ ആ ഒരു ബലത്തിൽ തന്നെയാണ് 2001 തോമസ് ഉണ്ണിയാടൻ എന്നുള്ള വ്യക്തി കേരള കോൺഗ്രസിനായിട്ടുള്ള തോമസ് ഉണ്ണിയാടൻ ഇവിടെ MLA. ഒരിക്കലും കേരള കോൺഗ്രസിന്റെ ശക്തിയല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ MLA പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ വിഷയത്തിൽ വളരെ ശക്തമായി തന്നെ ഇടപെട്ടുകൊണ്ട് MLA ഈ വിഷയത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇരിഞ്ഞാലക്കുടിക്ക് UDF MLA തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും നാളെ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം, കാരണം പഞ്ചായത്തിന്റെ പ്രത്യേക സാഹചര്യം, ഒരിക്കലും കേരള കോൺഗ്രസിന് 6 സീറ്റോ ഒന്നും കൊടുക്കാനുള്ള ഒരു സാഹചര്യം കാരണം പഞ്ചായത്തിലില്ല എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ തോമസ് ഉണ്ണിയാടൻ MLA പ്രതികരിക്കണം. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വ്യക്തമായ ഒത്തുതീർപ്പുകൾ ഈ UDF സംവിധാനത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അല്ലെങ്കിൽ ഒരു തകർച്ചയായിരിക്കും ഈ സംവിധാനം എത്തിച്ചേരുക എന്നാണ് UDF കാർളം മണ്ഡലം ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല സംഭവമായിരുന്നു, അത് മറ്റുള്ള സ്ഥലങ്ങളിലും സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഇതൊരു ന്യായമായ കാര്യമുള്ള രീതിയിൽ പുനർനിർമ്മിച്ച് നിങ്ങൾക്ക് അവസരമില്ലേ? UDF സംസ്ഥാനതല നേതൃത്വം വളരെ ശക്തമാണ്. അപ്പൊ ഈ സംസ്ഥാനതല നേതൃത്വത്തിൽ വ്യക്തമായിട്ട് തീരുമാനമെടുത്തിട്ടുള്ള സ്റ്റാറ്റസ് മെയിൻ ചെയ്യാൻ കൊടുക്കണം. അതിനെതിരെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയപ്പോൾ ഇപ്പൊ ജോസഫ് ഗ്രൂപ്പ് ലയിച്ച സാഹചര്യത്തിൽ, സെക്യുലർ കേരള കോൺഗ്രസ് ലയിച്ച സാഹചര്യത്തിൽ അവർ ജയിച്ചിട്ടുള്ള സീറ്റോട് കൂടി പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി UDF ഉണ്ടായിരുന്നു. ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലത്തിൽ ജോസഫ് ഗ്രൂപ്പോ സെക്യുലർ കേരള കോൺഗ്രസോ ജയിച്ച ഒരു സീറ്റ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുള്ള ആ ഒരു തീരുമാനത്തിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ ഘടകങ്ങളും ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിജയസാധ പോലുമുള്ള പല പഞ്ചായത്തുകളും ഇവരുടെ ഈ അനാവശ്യമായിട്ടുള്ള ഈ സമ്മർദ്ദങ്ങളും ഇടപെടലും കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പഞ്ചായത്തുകളിലുള്ളത്. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട തോമസ് ഉണ്ണിയാടനോട് MLA ഒരു കാരണവശാലും കേരള കോൺഗ്രസിന്റെ പ്രവർത്തനം കൊണ്ടല്ല എന്നുള്ളതിനെ ഞങ്ങൾക്കൊക്കെ അറിയാം. 2001 തോമസ് ഉണ്ണിയാടൻ ജയിച്ചപ്പോൾ കാർള പഞ്ചായത്തിലെ അവസ്ഥ പറയുന്നത് കാർള പഞ്ചായത്തിൽ 1000 വോട്ട് പിന്നിലായിരുന്നു തോമസ് ഉണ്ണിയാടൻ. രണ്ടാമത്തെ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ ശക്തമായ പ്രവർത്തനം കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കാർള പഞ്ചായത്തിൽ 300-ലധികം വോട്ടുകളുടെ ലീഡ് ശ്രീ തോമസ് ഉണ്ണിയാടൻ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിക്കൊടുത്ത കോൺഗ്രസുകാർ. ഈ നിലയ്ക്ക് പോയാൽ ഈ 300 വോട്ട് എന്നുള്ള ലീഡ് 3000 വോട്ട് പിന്നിൽ പോകാനും ഈ ഉണ്ണിയാടൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. അവരുടെ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ കോൺഗ്രസുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസുകാരാണ് കേരള കോൺഗ്രസ് വോട്ട് ചെയ്തത്. ആ UDF സംവിധാനം വെച്ചിട്ടല്ലേ ആ വോട്ട് ചെയ്തത്. അത് വെച്ചിട്ട് പിന്നീട് ആദ്യത്തെ കൊടി കുത്തിയ കാരണത്തിനാണ് ഈ തോമസ് ഉണ്ണിയാടൻ കൊണ്ട് കേരള കോൺഗ്രസ് ഉണ്ടാക്കി. അതിന്റെ വിത്ത് മുടച്ചു ഈ നിലയ്ക്ക് എത്തിച്ചു. ഇപ്പൊ അവിടുത്തെ കോൺഗ്രസിലെ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രൂപമാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ഉള്ളിലുള്ള പിള്ളേരെ പിടിച്ച് അപ്പുറത്തേക്ക് വെക്കുക. അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ ചെയ്യും. കമ്മ്യൂണിസ്റ്റ് അല്ലാതെ കേരള കോൺഗ്രസ്സാണെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളാണ്ട് അദ്ദേഹം ചെയ്തത് നല്ല കാര്യം. അദ്ദേഹം ചെയ്തത് ശരിയാണ്. ഇത് ഞങ്ങൾ അദ്ദേഹത്തിന് ബഹുമാനിച്ചു. ഇത് എന്റെ കൂടെ കെടുത്ത് നടന്നിരുന്ന സത്യനും ടീമും ഒക്കെയാണ് ഇപ്പോഴത്തെ കാരണത്തുള്ള കേരള കോൺഗ്രസ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അവിടെ ഒരു MLAക്ക് അല്ല അദ്ദേഹം ഉണ്ണിയാടനോടെ മത്സരിക്ക് ആദ്യഘട്ടം വന്നപ്പോൾ ഇവരെ കൊണ്ട് സംസാരിപ്പിച്ച ഒരു പ്രാദേശിക അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് മാറ്റം വരുത്തി ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടുകൊണ്ട് ഞാനാണ്. അവരൊന്നും കേരള കോൺഗ്രസ് അല്ല, കോൺഗ്രസ്സുകാരനാ ഈ സത്യം. ഈ സത്യനെ കോൺഗ്രസ് ആക്കി കോൺഗ്രസ്സുകാരെ പറ്റി കേരള കോൺഗ്രസ് ആക്കുക, എന്നിട്ട് സീറ്റ് ആവശ്യപ്പെടുക, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ട് കേരള കോൺഗ്രസ് ആക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ബഹുമാനം ഇപ്പോഴും എപ്പോഴും. ഇതല്ല ചെയ്യുന്നത്. ഈ പാർട്ടിയിൽ നിന്ന് ചർച്ചയിലെ മെയിൻ പിടിക്കുന്ന പരിപാടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് ഇതിനുള്ളതെന്ന് വെച്ചാൽ ഈ വോട്ടിനെ വീണ്ടും പിടിച്ച് വേറൊരു പാർട്ടിയാക്കുന്നത്. ഇതിലുള്ള വോട്ട് അദ്ദേഹത്തിനുള്ള വോട്ടാണ്. പിന്നെ വീണ്ടും കളർ മാറ്റുക, അതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിനുണ്ട്. അതായത് ശക്തമായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പിന്തുണ MLA ആയിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പിന്തുണയോട് പ്രവർത്തനം നടത്തുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുന്ന ഒരു പദ്ധതികൾക്കും ഒരു പരിപാടികൾക്കും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. ഞങ്ങളെ എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്യും. അതിനാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. കേരള കോൺഗ്രസില് മറ്റേ ജോസഫ് ഗ്രൂപ്പ് കൂടി ചേർന്നപ്പോ അവര് പാർട്ടിക്ക് അതിന്റെ ശക്തി കൂടിയിട്ടുണ്ടല്ലോ. അത് UDF സംവിധാനം വ്യക്തമായി തീരുമാനമെടുത്തിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പ് സെക്യുലർ കോൺഗ്രസ് ജയിച്ചതായിട്ടുള്ള സീറ്റുകൾ പരിഗണിക്കണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സീറ്റുകളില്ല. ഇവിടെ ജോസഫിന് സീറ്റില്ല. ഇനിയിപ്പോ അവര് പാർട്ടി ബന്ധമായിട്ടോ കേരളത്തെ സംബന്ധിച്ച്
ഒരു കാലവെട്ടി കൊണ്ടുപോകാനുള്ള ആളുണ്ട്. ഇതാണ് കേരള കോൺഗ്രസ്. കേരളത്താ നിങ്ങൾ അന്വേഷിച്ചോ. അവർ UDF സ്ഥാനാർത്ഥി അവരുടെ UDF സ്ഥാനാർത്ഥി UDF ചർച്ച കിട്ടണ്ടേ? UDFിന്റെ അംഗീകാരം കിട്ടണ്ടേ? എന്നിട്ട് വേണ്ടേ അദ്ദേഹം അവിടെ UDF സ്ഥാനാർത്ഥി എന്ന് എഴുതി വെക്കാം. അത് UDF അത് കുറച്ച് പിള്ളേരോട് അത് ഞങ്ങൾ ഇവരുടെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട് UDF നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ട് അവർ അവരെ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഒരുമായിട്ട് ബന്ധം വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളോട് തന്നെ നേരിടും. UDF ഞങ്ങളാ അവിടെ ഇവരെ ഞങ്ങളോട് ചോദിച്ചത് മാത്രമേ UDF ആവുന്നുള്ളൂ. ഒഴിവാക്കും ഞങ്ങൾ ഈ സമയത്ത് തീർച്ചയായിട്ടും ഒഴിവാക്കും. കേരള കോൺഗ്രസിന് നിങ്ങൾ കാപ്പ പഞ്ചായത്ത് വിളിച്ചിട്ടേ പോകും കൊടുക്കുള്ളൂ. അംഗീകരിച്ചില്ലെങ്കിൽ അവരോട് ബന്ധം വിചാരിക്കും. ഇപ്പൊ ഈ സമ്മേളനത്തിന് മുമ്പ് ഈ നിങ്ങളുടെ കോൺഗ്രസിനുള്ള വെച്ചെന്ന് പോയി പറയുമ്പോ